നമ്മള് ആണുങ്ങൾ ഈ പറയുന്നത് പോലെ അത്ര കരുത്തരൊന്നുമല്ല. പുറമെ പൗരുഷം കാട്ടി നടക്കുമെങ്കിലും ഉള്ളു ദുർബലമാ. പലരുടെയും ഹൃദയത്തിന് സ്ത്രീയേക്കാൾ കട്ടി കുറവാ. അതുകൊണ്ട് ഹൃദയത്തിന് അശാന്തി ഉണ്ടാവുമ്പോ ആദ്യം നിലയ്ക്കുന്നത് ആണിന്റെ ഹൃദയമിടിപ്പായിരിക്കും. എല്ലാം നെഞ്ചിലേറ്റുന്ന അച്ഛന്റെ ഹൃദയമിടിപ്പായിരിക്കും. ഇന്നും ഹാഫ് ഡേ ലീവായിരിക്കും. ആണെങ്കിൽ തനിക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? അല്ല, അതിനെക്കുറിച്ച് മൊത്തത്തിലൊരു സംസാരമുണ്ടേ. അങ്ങനെ സംസാരം ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ടവരോട് ഞാൻ വിവരം പറഞ്ഞോളാം. എന്റെ കാര്യം ഓർത്ത് തനിക്ക് ആശങ്ക വേണ്ട. എനിക്ക് ആശങ്കയുടെ ആവശ്യമില്ലല്ലോ. എങ്കിൽ മറ്റു ചിലർക്ക് അതുണ്ട്, ആശങ്കയും ആകാംക്ഷയും ഒക്കെ. അതാരാ? അതാരാന്ന് ഞാൻ പറയുന്നത് ശരിയല്ല. എങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കിയാ ചിലപ്പോ സാറിന് ആളെ പിടികിട്ടും. അമലയാണോ? അയ്യോ, അതിന് ആ കൊച്ചുമായിട്ട് എന്റെ ബന്ധം വേർപ്പെടുത്തിയിട്ട് നാളുകളായില്ലേ. ഭർത്താവിനോടൊപ്പം പോയതിനു ശേഷം ഞാൻ അവനെ പോലെ കാണാനേ ശ്രമിച്ചിട്ടില്ല. ഭർത്താവ് വീട്ടിൽ കയറ്റില്ലെന്ന് പറ. അയ്യോ, അതുകൊണ്ടല്ല, ഭർത്താവായിട്ട് ഒന്നിപ്പിക്കാന്നുള്ളതായിരുന്നു എന്റെ ഡ്യൂട്ടി. ഓഹോ, അത് കഴിഞ്ഞതോടെ ഞാൻ പിന്മാറി. അങ്ങനെ ആരെങ്കിലും തമ്മിൽ ഒന്നിപ്പിക്കുന്ന ശീലം തനിക്കുണ്ടോടോ? താൻ ഇന്ന് വരെ ഒന്നിപ്പിച്ചിട്ടുണ്ടോന്ന്? അത് എന്റെ മകളും മകനും ഒന്നിച്ചപ്പോ അത് സഹിക്കാൻ കഴിയാതെ മാറി നിൽക്കുക. ദുഷ്ടൻ. അങ്ങോട്ട് പോകുന്നില്ലെങ്കിൽ അതാ നല്ലത് തന്റെ ആരോഗ്യത്തിന്. മഹേഷേ നല്ല ചങ്കൂറ്റുള്ള ചെറുപ്പക്കാരനാ. കലി കയറിയോ അവൻ തന്നെ വലിച്ചു കീറും. അത് മനസ്സിലുണ്ടായ നന്ന്. അവനെ കൊണ്ട് ഇവളെ വലിച്ചു കയറാൻ എന്താ പരിപാടി? അല്ലെങ്കിൽ വേണ്ട, സ്വന്തം മോനെ കൊണ്ട് തന്നെ ആ ചടങ്ങ് ചെയ്യിപ്പിക്കാം.